Hi everyone, welcome to Ammu's World. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെന്ന ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ മുടിയിൽ ഹെന്ന ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഹെന്ന മിക്സ് ചെയ്തിട്ട് നല്ല എഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഹെന്ന അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഹെന്ന പൗഡറാണ്. അപ്പോൾ ഹെന്ന പൗഡർ ഞാൻ ഇവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് ബയോ ഓർഗാനിക്കിൻ്റെ ഹെന്ന പൗഡറാണ്. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ടബിലാണ് ഞാൻ ഹെന്ന മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതുപോലെ കുറച്ച് കുഴിയുള്ളൊരു ടബാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും മിക്സ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. നിങ്ങൾക്കൊരു ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇരുമ്പിൻ്റെ ചട്ടിയോ എന്തെങ്കിലും ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടിയ മിക്സ്ചറാണ്. ഇത് ഞാൻ ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 2 സ്പൂൺ തേയിലപ്പൊടി, അതായത് നമ്മുടെ ചായക്ക് ഉപയോഗിക്കുന്ന തേയിലപ്പൊടിയും ഒരു 2 സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് നരപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഇനി ഇത് അരിച്ച് നമുക്ക് എടുക്കണം. തേയില വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഹെന്ന പൗഡറിൻ്റെ കളറിങ് ഫാക്ടറിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് തേയില വെള്ളം. അപ്പോൾ തേയില വെള്ളത്തിലാണ് തേയിലയും കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം. അപ്പോൾ അതിലാണ് നമ്മളിത് ഈ ഹെന്ന പൗഡർ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അതിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് യൂഷ്വലി തൈര് ആഡ് ചെയ്യാറുണ്ട്. തൈര് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെന്ന പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈയിങ് ആണ് നമ്മുടെ ഹെയർ നല്ല ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ്, കുറച്ചുകൂടി ഒരു കണ്ടീഷൻ ചെയ്യാനായിട്ടാണ് നമ്മൾ തൈര് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ തൈര് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പാൽ ആഡ് ചെയ്യാം. പാലെന്ന് പറയുമ്പോൾ തൈരിൻ്റെ അത്രയും എമൗണ്ട് നമ്മൾ എടുക്കരുത്. ഒരു 2-3 സ്പൂൺ മാത്രം പാൽ ആഡ് ചെയ്യുക. പിന്നെ എക്സ്ട്രാ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഞാനൊരു ടിപ്പ് പറയാം. നിങ്ങൾ ഈ പാൽ ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂണ് നമ്മുടെ പാൽപ്പാടയും കൂടെ ആഡ് ചെയ്യണം. ഒന്നുകിൽ പാൽപ്പാട ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്യാം. അങ്ങനെ 1 സ്പൂൺ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്യും. ഒരു എക്സ്ട്രാ മോയ്സ്ചർ നമ്മുടെ ഹെയറിന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹെയറിനെ ഒട്ടും ഡ്രൈ ആക്കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം പാലും പാൽപ്പാടയും കൂടെ ഉള്ള ഈ മിക്സ് എടുത്തിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ച് കളയുക. അപ്പോൾ ഈ പാൽപ്പാട ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ആഡ് ചെയ്താൽ മതി കേട്ടോ. സെയിം എഫക്റ്റ് തന്നെ കിട്ടും. നല്ല കണ്ടീഷനിങ് ആണ് ഹെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ഈ ഹെന്ന പൗഡർ, ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണ് വരുന്നത്, ഹെന്ന പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് എത്രയോ ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഹെന്ന പൗഡർ ആഡ് ചെയ്യാം. ഞാൻ ആദ്യം ഹാഫ് പാക്കറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എത്രയുണ്ടെന്ന് നോക്കട്ടെ. ഇനി ഞാനിതിലേക്ക് ഈ തേയില വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചായി ഹെന്ന ചെയ്തിട്ട് എൻ്റെ ഹെയർ, അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് ഹെയർ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ 1-2 മാസമൊക്കെ ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യണം. അതല്ല ജസ്റ്റ് 2 ആഴ്ചയോ 1 മാസമൊക്കെ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡർ എടുത്തിട്ട് നമ്മുടെ ആ വളർന്നു വരുന്ന ആ റൂട്ട്സിൽ മാത്രമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഈ തേയില വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഹെന്ന മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി, ഒത്തിരി ഫ്ലോയി കൺസിസ്റ്റൻസി അല്ല, എന്നാൽ ഒത്തിരി തേക്കാൻ പറ്റാത്ത പോലെ തിക്കും അല്ല. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് 1 ദിവസം വെച്ചേക്കണം. അപ്പോൾ ഇന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഹെന്ന യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ കളറും ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ ഹെയറിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്നൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നാളെ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. നമ്മുടെ ഹെന്നയൊക്കെ നല്ല പരുവായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ വെച്ചതിനെക്കാട്ടി കുറച്ചും കൂടി നല്ല ലൂസായിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് നമ്മൾ ഇന്നലെ വെച്ചത്. മീൻസ് ഇതിലും കട്ടിയിലാണ് നമ്മൾ ഇന്നലെ വെച്ചത്. അതിലേക്കാട്ടി കുറച്ചും കൂടി ഒരു ലൂസായിട്ട് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി വെച്ചാൽ മാത്രമേ ഇന്നത്തേക്ക് ഈ ഒരു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൂസായി പോകുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് ലൂസായി പോകും. അപ്പോൾ ഇന്നലെ ഞാൻ തലയൊക്കെ കുളിച്ച് നല്ല ക്ലീൻ ആക്കി വെച്ചേക്കുവാണ്, ഹെയറും സ്കാൽപ്പും ഒക്കെ. എന്നിട്ട് നെക്സ്റ്റ് ഡേ വേണം നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ മുടി ഫുള്ളായിട്ട് ഉടക്ക് കളഞ്ഞിട്ട് നന്നായിട്ട് ചീവി എടുക്കണം. അതിനുശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഗ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും കളറ് പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലൗസ് ഇട്ടതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് സാധാരണ മാസ്ക് അപ്ലൈ ചെയ്യുന്നത് പോലെയല്ല ഹെന്ന അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ ഈ ക്രൗൺ പോർഷനിൽ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത്. അവിടെ നിന്നൊരു സെഷൻ ഓഫ് മുടി എടുത്തതിന് ശേഷം നമുക്ക് ബോത്ത് സ്കാൽപ്പിൽ
സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ആ മുടി നമ്മൾ എടുത്തുന്ന സെക്ഷൻ്റെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. മേല് തൊട്ട് റൂട്ട്സ് തൊട്ട് താഴെ ഇങ്ങ് ടിപ്പ് വരെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കെട്ടാനായിട്ട്. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ ഒന്ന് ചുറ്റി ഒന്ന് റൗണ്ടായിട്ട് ചുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെന്ന എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിക്കിയാണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ നിന്നോളും. നല്ല രീതിയിൽ നമുക്ക് ഉടക്കൊന്നും കെട്ടാതെ നമുക്ക് ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ട്വിസ്റ്റ് ചെയ്തൊന്ന് വെക്കുക. എടുത്തിട്ട് അടുത്ത സ്ട്രാൻഡ് എടുക്കുക. ഓരോരോ സൈഡിൽ നിന്ന് ഓരോ സ്ട്രാൻഡ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചുറ്റിയതിന് ചുറ്റും വീണ്ടും ചുറ്റി വെക്കുക. അങ്ങനെ ചുറ്റി വരുമ്പോൾ നമുക്ക് ഉടക്കൊന്നും കെട്ടത്തില്ല, നല്ല വൃത്തിയായിട്ട് ചെയ്യാനും പറ്റും. ഇത് നമുക്ക് ഊരുമ്പോഴായാലും മുടി ഒട്ടും പൊട്ടി പോകത്തില്ല, ഉടക്ക് കെട്ടത്തില്ല. ഇതേ രീതിയിൽ തന്നെ വൃത്തിയായിട്ട് അഴിച്ചെടുക്കാനും പറ്റും. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഓൾട്ടർനേറ്റീവായിട്ട് മാറി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കെട്ടിയതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചാൽ മതി. അപ്പോൾ ഫുള്ള് ലാസ്റ്റിൽ എല്ലാം അപ്ലൈ ചെയ്ത് വരുമ്പോൾ ലുക്ക് ഏകദേശം ഇങ്ങനെ വരും. ഫുള്ളായിട്ട് നമ്മളൊരു ടർബൻ ചുറ്റിയതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി വെക്കാനായിട്ട് പറ്റും. നല്ല വൃത്തിയായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിലും അതുപോലെ ഈ സൈഡിലും നമ്മുടെ ഇയേഴ്സിൻ്റെ അവിടെയായിട്ടൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചേക്കണം. എന്നാൽ മാത്രമേ ആ കളറ് നമ്മുടെ മുടിയിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും നേരം വെച്ചേക്കുമ്പോൾ ഈ ഹെന്ന എന്ന് പറയുന്നത് വേറെ എവിടെയും ആവാതിരിക്കാനായിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടതിന് ശേഷം ഫുള്ളായിട്ട് മുടി നമ്മളിങ്ങനെ ടർബൻ കെട്ടിയേക്കുന്നതുകൊണ്ട് തന്നെ അത് കവർ ചെയ്യാനും വളരെ ഈസിയാണ്. നമ്മൾ കിടന്നാൽ പോലും എവിടെയും എണ്ണയൊന്നും ആവില്ല, നല്ല വൃത്തിയായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 2 മണിക്കൂർ 2-3 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഹെന്ന കളർ പിടിക്കും. അപ്പോൾ അങ്ങനെയൊന്ന് വെച്ചതിന് ശേഷം നമുക്കൊന്ന് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ടുള്ള മുടി എന്ന് പറയുന്നത്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഹെന്ന അപ്ലൈ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞ് കുറച്ചൊരു വോളിയം ഇങ്ങനെ കൂടിയതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ കളറെന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റിലിരിക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മളൊരു വെയിലത്തൊക്കെ നിൽക്കുമ്പോഴാണ് ആ ഒരു ബ്രൗണിഷ് ടിൻ്റ് നല്ല ഭംഗിയിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ കളർ വന്നിട്ടുണ്ട്. നമ്മൾ വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. നല്ലൊരു ബ്രൗണിഷ് ടിൻ്റ് നമ്മുടെ ഹെയറിന് വരികയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ട് മുടി വളരാനായിട്ടും ഈ ഹെന്ന അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സഹായിക്കും. സിമ്പിളായിട്ടുള്ള രീതിയിൽ ഹെന്ന മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഫീഡ്ബാക്ക്സ് തരണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം.